കണ്ണീരായി മുണ്ടക്കൈ മാറുകയാണ്. ഒട്ടും ആശ്വാസകരമില്ലാത്ത വാർത്തയാണ് വരുന്നത്. 297 പേർ നമ്മെ വിട്ടുപോയിരിക്കുന്നു എന്ന അതീവ സങ്കടകരമായ വാർത്ത വന്ന ദിനം കൂടി. രക്ഷാപ്രവർത്തനം 6 മണിയോടുകൂടി അവസാനിപ്പിച്ചു. ഇനി 4-ാം നാൾ നാളത്തെ രക്ഷാപ്രവർത്തനം അത് നിർണായകമാണ്. ഇപ്പോൾ വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്നില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ജീവന്റെ തുടിപ്പുണ്ടാകുമെന്ന വലിയൊരു ആശ്വാസകരമായ വാർത്ത നമ്മൾക്ക് കേൾക്കാനാകുമെന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നാളെ തുടങ്ങുന്നത്. നമ്മൾ ചൊവ്വാഴ്ച തുടങ്ങിയ രക്ഷാപ്രവർത്തനം ചൊവ്വ, ബുധൻ, വ്യാഴം അങ്ങനെ 3 ദിവസങ്ങൾ പിന്നിട്ട് നാളെ 4-ാം ദിവസത്തിലേക്ക് പോകുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏക ആശ്വാസ വാർത്ത, ഈ ദുരന്തഭൂമിയിലെ ഒരു ആശ്വാസ വാർത്ത എന്ന് പറയാനാകില്ലെങ്കിലും വേലി പാലം പൂർണ്ണമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ത്വരിതപ്പെട്ട വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനാകും എന്നുള്ളത് മാത്രമാണ് രക്ഷാദൗത്യ മേഖലയിൽ നമുക്ക് ലഭിക്കുന്ന ഏക അല്പമെങ്കിലും ആശ്വാസകരമായ വാർത്ത. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എവിടെയും സങ്കടത്തിന്റെ നീർച്ചാലാവുകയാണ് മുണ്ടക്കൈയും ചാലിയാരും അടക്കമുള്ള മേഖലകൾ. ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും ആശുപത്രികളിൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കണ്ട് അവരുടെ വേണ്ടപ്പെട്ടവരാണോ ഒറ്റപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയാനാകാതെ അതീവ സങ്കടത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കും പിന്നീട് അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും പോയി ഞങ്ങൾ അവരിൽ നിന്ന് വേർപ്പെട്ടവരിൽ നിന്ന് കാണാതായവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അങ്ങേയറ്റം ആകുലതയോടെ പരതുന്ന ഒരുപാട് മനുഷ്യർ, അവരുടെ നിസ്സഹായതയുടെ നിർവികാരമുള്ള മുഖങ്ങൾ നമ്മൾ കണ്ടു. അത്തരത്തിൽ എവിടെ നോക്കിയാലും മുണ്ടക്കൈയിൽ നിന്ന് സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നിസ്സഹായതയുടെ ഭാവങ്ങളും മുഖഭാവങ്ങളും ഒഴികെ ഒന്നും കാണാനായില്ല, കണ്ടെത്താനായില്ല. അതിനുമപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് തെരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും നാളെ ഈ കൂടുതൽ അഡ്വാൻസ്ഡ് മിഷനറീസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ ത്വരിതപ്പെട്ടുള്ളൊരു രക്ഷാപ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതെ, വൈകുന്നേരത്തോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുകയായിരുന്നു. അതിനുശേഷം സൈന്യത്തെ നിറഞ്ഞ കയ്യടിയോടെയാണ് നാട്ടുകാരും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരുമെല്ലാം യാത്രയയച്ചത്. ഒപ്പം തന്നെ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്നതിനായാണ് ഈ ബെയിലി പാലം പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട യന്ത്ര സാമഗ്രികൾ അവിടേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3-ാം ദിവസത്തെ രക്ഷാപ്രവർത്തനം 6 മണിയോടുകൂടി അവസാനിച്ചു. ചൂരൽമലയിൽ പെയ്യുന്ന കനത്ത മഴയാണ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ നാളെ മുതലുള്ള തിരച്ചിലിന് കൂടുതൽ വേഗം കൈവരും. ഇന്നത്തെ രക്ഷാദൗത്യത്തിന്റെ വിശദാംശങ്ങളുമായി എസ് വിജയകുമാർ. അങ്ങനെ വയനാട്ടിലെ രക്ഷാദൗത്യത്തിൻ്റെ 3-ാം ദിവസവും ഏതാണ്ട് ഉച്ചവരെ വളരെ സജീവമായ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ആ രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റെ വേഗം കുറഞ്ഞത് ഇടയ്ക്ക് പെയ്ത കനത്ത മഴയാണ്. ആ മഴ പെയ്തതോടുകൂടി മുണ്ടക്കൈ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിച്ചു. അവിടെ വീണ്ടും രക്ഷാപ്രവർത്തകർക്ക് തുടരുന്നത് അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നൊരു സാഹചര്യം, എന്നൊരു അവസ്ഥ അവിടെ നിലവിലുണ്ട്. മണ്ണ് കുതിർന്ന് ഇളകി നിൽക്കുന്നതാണ്. കൂടുതൽ അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പിന്നീട് വളരെ കരുതലോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ആർമിയും NDRF-ഉം SDRF-ഉം അടക്കം പോലീസും അടക്കമുള്ള ഏജൻസികൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി, രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ ഇവിടുന്ന് പോയ ഈ വിവിധ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാരടക്കമുള്ളവർക്ക് ആ മഴയ്ക്ക് ശേഷം പിന്നീട് അവരിവിടേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇന്നും ഏതാണ്ട് അവിടെ നിന്ന് മൃതദേഹം കണ്ടെടുക്കുന്നു. 4-5 മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തി. അതുപോലെ ചാലിയാറിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. അപ്പോൾ മരണസംഖ്യ അതിങ്ങനെ ഓരോ ദിവസത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോഴും അത് കൂടി വരുന്നു എന്ന് അത്യന്തം ആശങ്കാജനകമായ വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിങ്ങനെ ഓരോ ദിവസവും ഓരോ സമയത്തും നമ്മളത് പറയുക എന്നത് പോലും വലിയ അങ്ങേയറ്റം ദുഷ്കരമാണ്, പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അത് നമ്മളുടെ മുന്നിൽ ഒരു റിയാലിറ്റിയായി, ഒരു വാസ്തവമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെ നേരിടാതെ പോകാനും കഴിയില്ല. ഇനിയും ഒരു 200-250ഓളം ആളുകൾ പലതരങ്ങളിൽ പല മേഖലകളിലായി അവർ മിസ്സിംഗ് ആണ് എന്നതാണ് പറയുന്നത്. അതും ഒരു ഔദ്യോഗിക കണക്കല്ല. അപ്പോൾ ഈ കാണാതായവർക്ക് എന്തു പറ്റി, അവർ ക്യാമ്പിലുണ്ടോ? അവർ ക്യാമ്പിലൊന്നുമില്ല എന്നാണ് പറയുന്നത്. അത് ഈ നാട്ടുകാർ തന്നെയാണ് അവരെ അന്വേഷിച്ച് ക്യാമ്പിലൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമ്പിൽ അവരില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങളും ഇപ്പോൾ ശേഖരിച്ചുകൊണ്ട് വരികയാണ്. അതും 200-ലധികം ആൾ എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ 200-ലധികം ആളുകളെ ഇനിയും കാണാനുണ്ട് എന്ന് പറയുന്നു. നാട്ടുകാർ പറയുന്നു അത് ആ കണക്കല്ല, അതിലും കൂടുതൽ ആളുകൾ അതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യതയാർന്ന വിവരങ്ങളില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം നടന്നു. ആ യോഗത്തിൽ ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു റോഡ് മാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നാളെയും തെരച്ചിൽ തുടരും. ഇപ്പോൾ ആർമിയൊക്കെ പറയുന്നത് ഈ തെരച്ചിൽ ഇനി നടത്തേണ്ടത് ഈ നദി എന്ന് വെച്ചാൽ ചാലിയാറിൻ്റെ ഭാഗങ്ങളിലേക്ക് കൂടിയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ നദി ഒഴുകി പോയി അത് ചെന്ന വഴിക്കൊക്കെ ആളുകളെ കൂടി തള്ളി കൊണ്ടുപോയിട്ടുണ്ടാകാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ തെരച്ചിൽ ആ മേഖലയിലേക്കൊക്കെ വ്യാപിപ്പിക്കേണ്ടി വരും. നമ്മൾ മുൻകാലങ്ങളിൽ പ്രകൃതി ദുരന്തത്തെ നേരിട്ടിട്ടുണ്ട്.
കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒക്കെ നേരിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ പുത്തുമലയിലും ഒക്കെ നേരിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു നിശ്ചിത സ്ഥലത്താണ് ഈ ദുരന്തമുണ്ടായത്. അവിടെ അകപ്പെട്ടവരെ പറ്റി നമുക്ക് വിവരമുണ്ടായിരുന്നു, എണ്ണമുണ്ടായിരുന്നു, ബന്ധുക്കൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് 3-4 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഈ ദുരന്തത്തിൻ്റെ ആഘാതമുണ്ടായി. അത് നേരിട്ട ജനങ്ങളുടെ അവസ്ഥയുണ്ടായി. അപ്പോൾ അവിടങ്ങളിൽ എത്ര പേർക്ക് അപകടം പറ്റിയെന്നത് സംബന്ധിച്ച് കണക്കില്ല, നമുക്ക് സ്ഥിരീകരിച്ച വിവരങ്ങളില്ല. ഒരേ സമയം പല കേന്ദ്രങ്ങളിൽ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തേണ്ടുന്ന തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യം ഈ ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് ഇപ്പോൾ കണക്കുകൾ നിരത്തി പലരും പറയുന്നത്. അത്രത്തോളം ഭീതിജനകമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ നേരിൽ കാണുന്നത്, അഭിമുഖീകരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമുക്കതിനെ നേരിട്ടേ മതിയാവും, അതിനെ ഫേസ് ചെയ്തേ മതിയാവും, അതിനെ അതിജീവിച്ചേ മതിയാവും. അങ്ങനെ അതിജീവനത്തെ പറ്റി പറയുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഈ ബെയിലി പാലം അതിൻ്റെ പ്രതീകമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. 2 കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്നതിന് അപ്പുറത്തേക്ക് ഇവിടെ ഈ നാട് തിരിച്ചു വരാൻ പ്രാപ്തിയുണ്ട് എന്നും അത് ചെറുത്തുനിൽപ്പ് നടത്തുമെന്നും അതിജീവനം നടത്തുമെന്നും തെളിയിക്കുന്നത് കൂടിയാണ് ഈ പാലം. ആർമി ഉണ്ടാക്കി, ഈ പാലം മദ്രാസ് റെജിമെൻറ്റിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ടാക്കിയതാണ്. ഈ പാലം ഇന്ന് വൈകിട്ട് അത് നാട്ടുകാർക്ക് തുറന്നു കൊടുത്തു. അതിലൂടെ വാഹനങ്ങൾ, വലിയ വാഹനങ്ങളൊക്കെ അതൊക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പ്രാപ്തിയുള്ളതാണ് ആ പാലം എന്നത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ അതിജീവനത്തിൻ്റെ ഒരു പ്രതീകമായി പാലം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. നാളെ ഈ പാലത്തിലൂടെ രക്ഷാകരം നമുക്ക് ഈ ദൗത്യ മേഖലയിലേക്ക് വലിയ തോതിൽ നീട്ടേണ്ടതുണ്ട്. വലിയ വാഹനങ്ങളിൽ JCB, മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ ഇനിയും ആവശ്യമുണ്ട്. അതൊക്കെ കൊണ്ടുപോകാം. മരുന്ന്, ഡോക്ടേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, ഭക്ഷണം, അതൊക്കെ ആ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒറ്റപ്പെട്ട ജനങ്ങളിലേക്ക് നമ്മൾ കുറെ കൂടി അടുക്കുകയാണ് ഈ പാലത്തിലൂടെ എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോഴും ആശ്വാസത്തിൻ്റെതായ ചെറിയ കണികകൾ അങ്ങിങ്ങ് കാണുന്നുണ്ട് എന്നതാണ് ഈ രാത്രി വൈകിയും എനിക്ക് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തോന്നുന്നത്. വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത രക്ഷാദൗത്യം അനിവാര്യമാണ്. എല്ലാ മേഖലകളിൽ നിന്നും എല്ലാവരുടെയും ഏകോപനങ്ങൾ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് നാളെ അടക്കം അത് പോസിബിൾ ആവുകയുള്ളൂ. ഈ പറഞ്ഞതുപോലെ സൈന്യമുണ്ട്, രക്ഷാദൗത്യമുണ്ട്, രക്ഷാദൗത്യ സേനയുണ്ട്, ഒപ്പം ലോക്കലായ അവിടുത്തെ നാട്ടുകാരുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പരിശോധിക്കുന്നു. എന്നിരുന്നാലും നമുക്കതിന് സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ശ്രീകാന്ത് കൂടി ചേരുന്നു. ശ്രീകാന്ത്, നേരത്തെ ഈ രാവിലെയൊക്കെ പുഞ്ചിരിമട്ടത്തടക്കം ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ JCB മിറ്റാച്ചിക്ക് എത്തിച്ചിരുന്നെങ്കിലും അതിന്റെ മുകൾ ഭാഗത്ത് ടോപ്പ് ഓഫ് പുഞ്ചിരിമട്ടത്തേക്ക് എത്താനായിട്ടില്ല. പക്ഷേ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ അവിടുത്തെ ലോക്കലായ ആളുകളും NDRF ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഇടയ്ക്ക് വരുന്നു, ശക്തമായ മഴ വരുന്നു. ഇതൊക്കെ വലിയ പ്രതിസന്ധി ആവുകയല്ലേ? പുഞ്ചിരിമട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയായ കാര്യം എന്താണ്? പ്രത്യേകിച്ച് ഉത്ഭവ കേന്ദ്രമാണ്. മുണ്ടക്കയത്തെ അപേക്ഷിച്ച് അവിടെ ഈ ആൾതാമസം കുറവാണോ ശ്രീകാന്ത്? നിലവിൽ നാളത്തെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ഇന്നത്തെ രക്ഷാപ്രവർത്തനം, രക്ഷാദൌത്യം സംബന്ധിച്ച് ഇതിനോടകം തന്നെ വിശദീകരണം കിട്ടിക്കഴിഞ്ഞു. ഇനി നാളെ നടക്കാൻ പോകുന്ന രക്ഷാദൌത്യം ഇപ്രകാരമാണ്. അതായത് 6 മേഖലകളായി തിരിച്ച് നാളെ തിരച്ചിൽ നടത്തും. നാളെ റഡാർ സംവിധാനം ഇവിടേക്കെത്തും. ഡൽഹിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഈ റഡാർ സംവിധാനം ഇവിടേക്ക് വരും. കാണാതായത് ഇപ്പോൾ 206 പേരാണെന്നാണ് പറയുന്നത്. 91 ക്യാമ്പുകളിൽ 9330 പേർ ഇപ്പോഴും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും കൂടും എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള വിശദീകരണം. 120 മൊബൈൽ ഫ്രീസർ ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട് എന്നും പറയുന്നു. പുഞ്ചിരിമറ്റത്ത് നാളെ പ്രത്യേക പരിശോധന നടക്കുമെന്നും പറയുന്നു. കാരണം ആ പ്രദേശം കേന്ദ്രീകരിച്ച് കാര്യക്ഷമമായ പരിശോധന ഇതുവരെയും നടന്നിട്ടില്ല. വലിയ തോതിൽ കല്ലും മണ്ണും ചെളിയും അതോടൊപ്പം മരങ്ങളും വന്നടിഞ്ഞിട്ടുണ്ട്. വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് അവിടെ പരിശോധന ആഴത്തിൽ നടത്തിയാലേ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കൂ. നിലവിൽ ബെയിലി പാലം തുറന്നതിനാൽ നാളെ രാവിലെ മുതൽ ഈ പരിശോധന വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകും എന്ന് ഉറപ്പിക്കാം. ശ്രീകാന്ത് പറഞ്ഞതുപോലെ 6 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നാളെ പ്രവർത്തനം. അതിപ്പോൾ റവന്യൂ മന്ത്രി അടക്കം അറിയിച്ചു. അട്ടമല, ആറമല അതൊരു മേഖലയായിരിക്കും. മുണ്ടക്കൈ മറ്റൊരു മേഖലയായിരിക്കും. ശ്രീകാന്ത് ഇന്ന് പറഞ്ഞതുപോലെ പ്രതിസന്ധി നേരിട്ട പുഞ്ചിരിമട്ടം ഒരു മേഖലയായിരിക്കും. വില്ലേജ് റോഡ് ഒരു മേഖലയായിരിക്കും. സ്കൂൾ ഏരിയ ഒരു മേഖലയായിരിക്കും. അങ്ങനെ 6 മേഖലകൾ അടക്കം 6 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സംഘങ്ങൾ അവർ ഓരോ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് 6 മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും. അതായത് 6 പ്ലേസുകൾ ഡിവൈഡ് ചെയ്യുന്നു. അവിടെയൊക്കെ ഓരോ സംഘങ്ങൾ പരിശോധന നടത്തുന്നു. അങ്ങനെ വ്യാപകമായ ഒരു പരിശോധന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ എക്യുപ്മെന്റ്സും കൂടുതൽ മാൻ പവറും എത്തിക്കാനുള്ള ഒരു പ്രതിസന്ധിക്കുള്ളത് കൊണ്ട് ചില ഏരിയകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു. എന്നാൽ നാളെ മുതൽ വിഭിന്നമായ പല
ഏരിയകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ചൂരൽമല ഭാഗത്തും പരിശോധനയുണ്ട്. ഒപ്പം ഈ അട്ടമല ഭാഗത്ത് പരിശോധനയുണ്ട്. നമ്മളിന്ന് കണ്ടാണ് അട്ടമല ഭാഗത്തൊക്കെ ചെറിയ കോളനികളിൽ ചില ആളുകൾ കുടുങ്ങിക്കിടന്നിരുന്നു, അവരെയൊക്കെ രക്ഷപ്പെടുത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഭാഗത്തിന് അപ്പുറത്തേക്ക് ചാലിയാറിന്റെ തീരത്തുകൂടി നാളെ പരിശോധന നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കറിയുന്നത് പോലെ ഈ മൃതദേഹം കിട്ടിയതിൽ കൂടുതൽ മൃതദേഹങ്ങളും അടിഞ്ഞു വന്നത് ഈ ചാലിയാറിന്റെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ പോത്തുകൽ ഭാഗത്തിന് പിന്നോട്ടുള്ള ഭാഗങ്ങൾ മൃതദേഹം അടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ മൃതദേഹങ്ങൾ പുഴയിലുണ്ട് എന്ന സാധ്യതകളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രവിധ, അതെ, ചാലിയാറിന്റെ 40 കിലോമീറ്റർ പ്രദേശത്ത് ആ ചുറ്റളവിൽ തീർച്ചയായിട്ടും പരിശോധനയുണ്ടാകും. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ് എന്നിവർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഈ തിരച്ചിലിനായി നേവിയെയും NDRF-നെയും ഒപ്പം എല്ലാ സംഘത്തെയും, അതായത് അവിടെ എത്തിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തക സംഘത്തെയും ഒപ്പം സേനയെയും എല്ലാം കൂട്ടിയുള്ള തിരച്ചിലാകും. പോലീസും ഈ തിരച്ചിലിന്റെ ഭാഗമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 6 പോലീസ് സ്റ്റേഷൻ ഉൾപ്പെട്ട പരിധിയാണ്. അങ്ങനെ 6 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള തിരച്ചിൽ നടക്കുക. പ്രത്യേകിച്ച് സുഹേൽ പറഞ്ഞതുപോലെ ചാലിയാർ തീരത്ത് നിന്ന് ഒരുപാട് മൃതദേഹങ്ങളും ഒപ്പം മൃതദേഹാവശിഷ്ടങ്ങളും എല്ലാം കണ്ടെത്തിയതാണ്. കരളലിയിക്കുന്ന കാഴ്ചയാണ്, ആർക്കും കണ്ടു നിൽക്കാനാകാത്ത കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വനമേഖല കേന്ദ്രീകരിച്ചും കൂടുതൽ തെരച്ചിൽ നടത്താനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. കൂടുതൽ തെരച്ചിൽ നടത്തി കഴിയുന്നത്ര പേരെ വീണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നതും. കേരളത്തിന് തന്നെ കണ്ണീരായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചൂരൽമലയും മുണ്ടക്കൈയും എല്ലാം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം അതിങ്ങനെ 297 എത്തി നിൽക്കുമ്പോൾ കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള വലിയ സങ്കടം അത് ഈ ബന്ധുക്കൾക്കുണ്ട്. ഒരു കുടുംബത്തിലെ തന്നെ മുഴുവൻ പേരും ഇല്ലാതായി പോകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പുഞ്ചിരിമട്ടം പോലെയുള്ള ഇടങ്ങളിലൊക്കെ അവിടെ വീടുകൾ പോലും അവശേഷിക്കുന്നതില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇനി കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. പ്രത്യേകിച്ച് ഈ ബെയിലി പാലം പൂർത്തിയായതോടുകൂടി കൂടുതൽ എക്യുപ്മെന്റ്സ് എത്തിച്ച്, കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് ഇവിടെ പരിശോധന നടത്താനാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ദിവസം കഴിയുന്തോറും തിരച്ചിൽ നടത്താനുള്ള ആ ഒരു രീതി അതിൽ ചിലപ്പോൾ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ കയ്യും മെയ്യും മറന്നാണ് രക്ഷാപ്രവർത്തകർ എല്ലാ തരത്തിലും അവിടെ പരിശോധന നടത്തുന്നതും ഒപ്പം രക്ഷാപ്രവർത്തനം നടത്തുന്നതും. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മഴയാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്. ഈ വയനാട്ടിലെ ഈ മഴ അത് വലിയൊരു പ്രശ്നമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ യന്ത്രങ്ങൾ എത്തിച്ചാൽ പോലും ചെളി നിറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ ഈ യന്ത്രങ്ങൾ ഉറപ്പിക്കാനും ഒപ്പം തന്നെ ഈ തിരച്ചിൽ നടത്താനും ഒക്കെ എത്രത്തോളം കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ട്. എന്തായാലും കഴിയുന്നത്ര വേഗത്തിൽ തിരച്ചിൽ നടത്താനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ മുണ്ടക്കൈയിൽ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഒപ്പം തന്നെ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8000-ലധികം ആളുകളാണ് കഴിയുന്നത്. ഇതിൽ ഈ ദുരന്തത്തിൽ രക്ഷപ്പെട്ടെത്തിയവർ മാത്രമല്ല, ഈ സമീപ മേഖലകളിൽ നിന്നുള്ളവരും ഈ ഇതേ മേഖലയിൽ ഉണ്ടെന്നാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഉണങ്ങാത്ത കണ്ണീർ തന്നെയാണ്. പറഞ്ഞതുപോലെ പ്രതിസന്ധികൾ ഏറെയാണ്. ഇന്നൊക്കെ നമ്മൾ കണ്ടു, ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്യുന്നു. ചില സമയങ്ങളിൽ ഈ രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും ചിലപ്പോൾ പ്രതിസന്ധിയാക്കുന്ന ഘട്ടത്തിൽ ഈ ഉരുൾപൊട്ടൽ ഭീഷണിക്ക് ഉണ്ടാകുന്നു, മുന്നറിയിപ്പ് ഉണ്ടാകുന്നു. ആ വേളകളിൽ അവർ തിരികെ ഇറങ്ങുന്നു. പിന്നീട് മഴ മാറുമ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുന്ന ഇടവേളകൾ എടുക്കേണ്ടി വരുന്ന രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. അത് ഈ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നതാണ്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ നമ്മോടൊപ്പം ചെയ്യുന്നു. ഷഫീദ്, സൈന്യം അവരുടെ ആക്ഷൻ പ്ലാൻ ഏകദേശം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന 6 മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും. അത് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഭാഗത്തായിരിക്കും. ഇതിന്റെ ഏറ്റവും കോസായ ഏരിയ, ഏറ്റവും കൂടുതൽ കോൺസിക്വൻസ് ഉണ്ടായ ഏരിയ, അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പരിശോധനയാണ് ഇന്ന് പുഞ്ചിരിമട്ടത്തൊക്കെ ഉണ്ടായതുപോലെ തന്നെ അതിൽ കൂടുതൽ അഡ്വാൻസ് ആയ ടെക്നോളജീസ് ഉപയോഗിച്ചുള്ള പരിശോധന. പക്ഷേ നമ്മൾക്ക് അറിയേണ്ട കാര്യം, ഇതിനോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ഭൂരിഭാഗം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ ചാലിയാറിന്റെ തീരങ്ങളിലാണ്. ആദ്യത്തെ ദിവസം, അതായത് ഇതിന്റെ എക്സ്ട്രീം ഫ്ലോ ഉണ്ടായ ദിനത്തിൽ പോത്തുകൾ അടക്കമുള്ള ഭാഗങ്ങൾ ഏകദേശം 30 കിലോമീറ്റർ റിവർ ഡിസ്റ്റൻസിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ കുത്തൊഴുക്ക് കുറഞ്ഞതോടെ അതിന് പിന്നോട്ടുള്ള പല ഭാഗങ്ങൾ മൃതദേഹം അടിഞ്ഞിരിക്കുന്ന വാർത്തകൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ചാലിയാറിന്റെ മണ്ണന്തരക്കടവ്, അതൊരു കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നതാണ്. അതായത് പോത്തുകളിന് റിവേഴ്സ് പിറകോട്ട് വരുമ്പോൾ കാണുന്ന ഇടമാണ്. അതേപോലെ തന്നെ ഈ വയനാടിന്റെ മലപ്പുറത്തിന്റെ അതിർത്തിയായ കുമ്പളപ്പാറ എന്നൊരിടം, അത് വനമേഖലയാണ്. അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് 4 കിലോമീറ്റർ സമീപമുള്ള വനമേഖലയാണ്. ഇത്തരത്തിൽ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്പെഷ്യൽ ആക്ഷൻ ഉണ്ടോ ഈ രക്ഷാപ്രവർത്തനത്തിന് നാളെ? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഷഫീദ? സുഹൈലെ, ചാലിയാർ കേന്ദ്രീകരിച്ചല്ല, പകരം ഈ ചൂരൽമലയ്ക്ക് താഴ്ഭാഗത്തേക്ക് ഈ നദി ഒഴുകിപ്പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില തെരച്ചിൽ എന്നുള്ളത് സൈന്യം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇപ്പോൾ ആദ്യ പരിഗണന അത് ഈ ഭാഗം കേന്ദ്രീകരിച്ച് ചൂരൽമലയും മുണ്ടക്കൈയും അടക്കമുള്ള മുണ്ടക്കൈ അടക്കമുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താം. അതിനുശേഷം
മറ്റേ ഭാഗങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ സൈന്യം ഒരു പക്ഷേ നാളെ വൈകുന്നേരത്തോടുകൂടി ആ ഭാഗത്തേക്ക് തിരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യത അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്കാക്കാം. ഏതായാലും നാളെ കുറച്ചുകൂടി വിദഗ്ധ പരിശോധനകൾ, വിദഗ്ധ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് റഡാർ കൊണ്ടുവരാൻ പോകുന്നു. മാത്രമല്ല റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനും സംഘവും എത്തി ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടത്തും. കൂടുതൽ വൈദഗ്ധ്യമുള്ള സൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എത്തിക്കാനുള്ള നീക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് മദ്രാസ് റെജിമെന്റ് ഉൾപ്പെടെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും കൂടുതൽ ആളുകളെ ഈ സ്ഥലത്തേക്ക് എത്തി തിരച്ചിൽ നടത്തും. നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ അതായിരിക്കും പ്രധാനമായും നാളെ ഉണ്ടാവുക. പക്ഷെ അവിടെയും കാലാവസ്ഥ തിരിച്ചടിയായില്ലെങ്കിൽ മാത്രമായിരിക്കും അത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിയുക. കാരണം ഇന്നും രാവിലെ 11 മണി വരെ കാര്യമായ കുഴപ്പമില്ലായിരുന്നെങ്കിലും 11 മണിക്ക് ശേഷം മഴ ചാർന്ന സാഹചര്യമുണ്ടായി. 3 മണിയോടുകൂടി മഴ കനക്കുന്ന സാഹചര്യമുണ്ടായി. മുണ്ടക്കയിലും മേലെ മുണ്ടക്കയിലും അടക്കം കാര്യമായി മഴ ആ ഘട്ടങ്ങളിൽ ഉണ്ടായി. അതിനുശേഷം പിന്നീട് ആ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ആളുകളെ താഴേക്ക് ഇറക്കുന്നതടക്കം നമ്മൾ ഇന്ന് കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചില വെല്ലുവിളികൾ അത് സ്വാഭാവികമായും ഉണ്ട്. പക്ഷേ ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഇതായിരുന്നു അവരുടെ ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബെയിലി പാലം തുറന്നു നൽകിയിട്ടുണ്ട്. അതുവഴി കൂടുതൽ യന്ത്ര സാമഗ്രികളും വാഹനങ്ങളും മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായി മാറും. കാരണം തിരച്ചിലിന് കുറച്ചുകൂടി വേഗത ഉണ്ടാകും. അതല്ലാത്ത പക്ഷം സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ഇഴച്ചിൽ മട്ടിലുണ്ടാകുമായിരുന്നു. അത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്ന ഇഴച്ചിലല്ല, പകരം ആ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷേ നാളെ ആ പാലം തുറന്നത്